എന്താ അല്ലേ നല്ല ചൂട് വെയിലിന് അല്ലേ, നല്ല ചൂട് വെയിലിന്. മഴക്കാലം 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 നമ്മള് ഇങ്ങനെ മഴക്കാലം നല്ല സുഖം. അതിന് ഓണത്തിന് നോക്കിക്കോ പുറത്തിറങ്ങാൻ പറ്റാതെയോ കുട എടുക്കാണ്ട് നടന്നൂടെ. അപ്പോഴേ നമ്മൾ കുറേ ദിവസമായില്ലേ നമ്മുടെ ഉച്ചത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടില്ലേ. നമ്മള് ഒന്ന് നമ്മുടെ ഉച്ചത്തെ വിശേഷം കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. എന്താ വേണ്ട? ചിക്കനാ വേണ്ട, മട്ടനാ വേണ്ട, ബീഫാ വേണ്ട? ചിക്കനോ? അങ്ങനെ ചിക്കൻ അങ്ങോട്ട് തിന്നണ്ട സുകന്യേ. ഇവിടെ ചിക്കൻ മാത്രമേ പോവുള്ളൂ അച്ചുട്ടിക്ക്. ചിക്കൻ നാളെ ഇതിൽ ഈ അടുപ്പ് കത്തിക്കണം, ഈ അടുപ്പൊന്ന് വൃത്തിയാക്കണം. ഒരു ബ്ലീച്ചിങ് പൗഡറൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ വൃത്തിയാക്കാൻ. അപ്പോഴേ ഇന്ന് ചിക്കൻ്റെ പോലത്തെ ചിക്കൻ്റെ പോലെ തന്നെ വേറൊരു സംഭവമാണ് കേട്ടോ. എന്തെന്നറിയോ? അച്ചുട്ടിയില്ലേ കഴിച്ചു കഴിഞ്ഞാ കോഴി പോലെ കടക്കോഴി. അച്ചുട്ടി അല്ല, അച്ചുട്ടി കഴിക്കുമ്പല്ലേ വാവ് പറയണ ചേട്ടാ. എന്താ സോന്യ? മകള് ശിഷ്യനാണ്. വല്ലാത്ത ശിഷ്യനാവരുത് അല്ലേ. അപ്പോ ഈ കർക്കിടക മാസമായിട്ട് നിങ്ങള് പത്തലേക്ക് വെച്ചോ. ഞാനിട്ടോ ചോറ് ഇതാ കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ അതാ മത്തൻ്റെ ഇതിൽ മത്തൻ്റെ ഇല ഉണ്ട്. പിന്നെ നമ്മുടെ കഞ്ഞിത്തൂവ, നമ്മളെ ഇവിടെ കഞ്ഞിത്തൂവ എന്ന് പറയട്ടോ. അപ്പോൾ ചിലയിടത്ത് ചൊറിയണം എന്ന് പറയും, അതുണ്ട്. കുമ്പളത്തിൻ്റെ ഇല ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ചേമ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു, അത് ഞാൻ വിചാരിച്ചു നാളെ വെക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കണ്ടോ അത്രയൊക്കെ തന്നെ ആയില്ലേ. അപ്പോൾ ഇതും കൂടി അങ്ങനെ 3 ഇല കേട്ടോ, 10 ഇലല്ല 3 ഇല. അപ്പം അത് നുറുക്കി വെച്ച് ബാക്കി 7 ഇല അടുത്ത ആഴ്ചക്കുള്ളിൽ വരും. ഓരോ ദിവസം ഓരോ ഇല. നമ്മുടെ വീട്ടിലുണ്ടല്ലോ മുരിങ്ങയുടെ ഇല കൂട്ടാൻ പാടില്ല എന്ന് പറയില്ലേ, പക്ഷെ നമ്മുടെ ഇവിടെ മുരിങ്ങ കൂട്ടാറുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ എന്നാൽ ഏതൊക്കെ ഇലയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ തകരയൊന്നും കാണാല്ല. തകരയിലക്കിന് കനാലിൽ കൂടെ നടന്നു പോകേണ്ടി വരും. കനാലിൽ കൂടെ തന്നെ ഉണ്ടോന്നാണ് ഇപ്പൊ. കനാലിൽ കൂടെ തന്നെ ഉണ്ടതാണ് പറയാ. തകരയുടെ ഇല പണ്ട് കാട് പിടിച്ചിരുന്ന അപ്പൊ ഇങ്ങനെ അപൂർവമാണ്. അവിടെ ഇവിടെ ഉണ്ടാവും ചിലപ്പോ. തകരയുടെ ഇല നമുക്ക് പറിക്കാൻ പോവാട്ടോ. അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അല്ലേ. കാടായിരിക്കണം ഇപ്പം ഇവിടെ. നമ്മുടെ ഓടക്കോയില് കുഴലുണ്ടായിരുന്നതേ എവിടെ കുട്ടികൾ കൊണ്ടുപോയിട്ടിട്ട് കുഴലൊന്നും കാണാനില്ല. പായോ ഒരു ചട്ടി എടുത്തിട്ട് വന്ന പോയിട്ട് ചട്ടി എടുത്തിട്ട് വന്ന അപ്പുറത്തുനിന്ന് മുതിര എന്തിനാ കേട്ടാ? മുതിര എന്തിനാണ്? കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട സാധനങ്ങളാണ് മുതിരയൊക്കെ, അറിയോ? എന്താ വെള്ളം അതാ ചെമ്പില് എടുത്ത് തരണം. ചൂടുവെള്ളം അതാ അതിലുണ്ട്, അത് ചുക്കുവെള്ളം നല്ലത്. ഇതൊന്ന് വറുത്തിട്ട് എടുക്കട്ടെ കേട്ടോ. ചക്കക്കുരു ഉള്ള സമയത്തില്ലേ, ചക്കക്കുരുമ്പാടെ കൂട്ടിയാൽ നല്ല രസമാണ്. ചക്കക്കുരു കായ ഒക്കെ ഞാൻ ഇത് ചെറുത് മാത്രം കേട്ടോ വെക്കുന്നത്. പാലക്കാടൻ മുതിരപ്പുളി കേട്ടിട്ടുണ്ടോ? നമ്മുടെ പാലക്കാടൻ മുതിരപ്പുളി, വെള്ളപ്പയർ പുളി, കൈപ്പയ്ക്കപ്പുളി, മുളക് വറുത്ത പുളി. അച്ഛൻ തന്നെ കളിയാക്കണത്. ഇന്നലെ സാമ്പാർ വെച്ചു, ഇന്ന് സാമ്പാർ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കൈപ്പയ്ക്കപ്പുളിയാണ് വിചാരിച്ചത്. കൈപ്പയ്ക്കപ്പുളി ഇന്നലെ സാമ്പാർ അച്ചപ്പ വെച്ച് രാവിലെ തന്നെ വെച്ചേക്കണു. അമ്മ കൂട്ടിയില്ല ഇന്നലെ അച്ചമ്മ സാമ്പാർ. രാവിലെ കുഞ്ഞത്തിന് ചോറ് കൊണ്ടുപോകണം പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുപോയി ഉണ്ട്. അതിനെന്താ, ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ടല്ലേ കഴിച്ചത്. ഞാൻ ചോറ് ഇപ്പോൾ ബിരിയാണി അരി ഞാൻ ഇന്നാള് വാങ്ങി വെച്ചു പറഞ്ഞില്ലേ. അപ്പോൾ ഈ ബിരിയാണി അരി നെയ്ച്ചോറോ 2 ഗ്ലാസ്സൊക്കെ എടുത്തിട്ടില്ലേ കുക്കറിൽ നെയ്ച്ചോറുണ്ടാക്കി ഇഷ്ടമാണ്. വേഗം ആവും കേട്ടോ. ഇനി ഒരു വലിയൊരു കുക്കർ വാങ്ങണം. എത്ര വേഗം നെയ്ച്ചോറായി പറയട്ടാ. വേഗമായി. വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ? ഇനി മുട്ട ബിരിയാണി ഉണ്ടാക്കി വെച്ചാലും സുഖമായിരിക്കില്ലേ. നമ്മളാകെ ഈ വലിയ ചെമ്പിൽ മാത്രം ഉണ്ടാക്കിയിട്ടേ. നാളെ നമുക്കില്ലേ
ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പറഞ്ഞു പൊറോട്ടയും ചിക്കനും ഉണ്ടാക്കണം പറഞ്ഞിട്ട് പൊറോട്ടയും ചിക്കനും ഉണ്ടാക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഈ സമയത്ത് എവിടെയാണ്? നമ്മളെ ആലപ്പുഴ. ആലപ്പുഴയല്ല, ഹരിപ്പാട്. ഹരിപ്പാടയ്യോ? ആ ആലപ്പുഴ തന്നെയല്ലേ ഹരിപ്പാട് അല്ലേട്ടാ? നമ്മൾ ഈ സമയത്ത് എവിടെയായിരുന്നു എന്നറിയോ? ഈ സമയത്ത് നമ്മള് ആ പാമ്പുംകാവ് ഏതാ? മണ്ണാർശാലയായിരുന്നു കേട്ടോ. 1 മണിക്ക് കഴിക്കാൻ നിന്ന്. ഇപ്പൊ 1 മണിയായിട്ടില്ല. ഈ സമയത്ത് നമ്മള് അവിടേക്ക് പോയിട്ട് ആമടെ കുളം കാണാൻ ഞങ്ങള് അവര് പോയി ഞങ്ങള് തിരിച്ചു വേണ്ടി ഇവര് പോണു. ഞാന് കണ്ണൻ കിച്ചു പിന്നെ അവരുടെ മാമൻ കണ്ണേട്ടന്റെ മാമൻ. ആ കണ്ണന്റെ മാമൻ. കണ്ണേട്ടനല്ല കണ്ണന്റെ പേരൊക്കെ അറിയില്ല. അല്ലേ ഞാൻ പറയാണ്, കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ അവിടെയായിരുന്നു. ഈ ശനിയാഴ്ച നമ്മൾ എവിടെയും ഇവിടെ തന്നെ. അനിയട്ട എവിടേക്കെങ്കിലും പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ എൻ്റെ അടുത്ത് ഇന്ന് പറയുന്നുണ്ട്, എന്താ ഇന്ന് എവിടേക്കോ പോവാ പറഞ്ഞു. ഞങ്ങള് എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞു ഇന്ന്. പക്ഷെ അത് നമ്മളില്ലേ പുറത്തെവിടേക്കെങ്കിലും വീഡിയോ എടുക്കണം, പോകുമ്പോൾ വീഡിയോ എടുക്കണം പറഞ്ഞു നമുക്കൊരു സ്റ്റാൻഡ് പോലത്തെ ഒരു സാധനം വേണം കേട്ടോ. അതില്ലാണ്ടിരിക്കുകയാണ്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടി നമ്മൾ പുറത്തേക്ക് പോകില്ല ഏട്ടാ. ഓ വേണ്ട വേണ്ട വേണ്ട. എല്ലാവർക്കും ഇപ്പൊ ബൈക്ക് സുകന്യ വെറുതെ തേങ്ങയരവ് വെറുതെ നിക്കുക. ഞാൻ ചെറുവണോ? ഞാൻ ചെറുവണോ? ഉള്ളിലുണ്ട് അമ്മ വന്നപ്പോ അമ്മ ഇങ്ങനെ ഓരോ ഉള്ളത് നശിപ്പിക്കാണ്ട് അവിടെ നിൽക്കും. അവിടെ ഇരിക്കട്ടെ വിചാരിക്കും ചിലപ്പോ. ഇന്നലെ ഒരു കൂട് ബ്രെഡ് എന്താ ഇവിടെ ഇവിടെ ഇന്നലെ ഒരു കൂട് ബ്രെഡ് വാങ്ങിക്കൊണ്ട് എന്താ നമ്മുടെ ഇവിടുത്തെ ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. അവിടെയുള്ളൂ ഗ്യാസ്. ഇതാ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് നല്ല രീതിയിൽ ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. 2 റൂം ആയതും കൊണ്ട് ഇപ്പൊ എന്തോ ഒരു ബുദ്ധിമുട്ടാ വെച്ചിട്ടാ. ഇപ്പൊ ഇവര് 3 ആളും ഒപ്പം കിടക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ കിടക്കുക. കാലിന്റെ അല്ലേ വെക്കാൻ അവിടെ കയറി കിടക്കുക. ഞാനും അമ്മച്ചി നേരെ കിടക്കുമ്പോ രാവിലെ മോങ്ങും മാട്ട കൊടുക്കും. നല്ല പോലെ എനിക്കിഷ്ടാട്ടോ മുതിരപ്പുളിയുടെ കൂടെ അല്ലേ ഉണക്ക മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയാ. അപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ പണിയില്ലാതിരിക്കുന്ന സമയത്തൊക്കെ അല്ലേ മുതിരപ്പുളി വെള്ളപ്പയർ പുളി എന്താ ഈ ഇലക്കറികൾ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ അല്ല ഇപ്പല്ലേട്ടാ, ഇപ്പത്തെ മക്കൾക്ക് ഇതൊന്നും ആവശ്യമില്ല. കാരണം കണ്ടോ ആര് അതല്ല പറഞ്ഞതേ. ഇപ്പൊ നമ്മളൊക്കെ അന്നൊന്നും ഇങ്ങനെ പച്ചക്കറി വാങ്ങില്ലല്ലോ. പണി ഒരു ദിവസം പണി ഉണ്ടെങ്കിൽ ഇതുപോലെ മഴയില്ലാത്ത ഏത് ദിവസം എപ്പോഴാ ഉണ്ടായിരുന്നത്? പെരും മഴക്കാലല്ലേ. അപ്പം അങ്ങനെ കിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ മക്കൾക്ക് ഞാൻ അത് പറയാം, ഇടയ്ക്ക് ഇങ്ങനെ പറയട്ടെ, എന്തെങ്കിലും പറയുമ്പോഴേ ഇവര് വേണ്ട അല്ലെങ്കിൽ അത് എന്താ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ ഉള്ളത് കഴിച്ചാൽ മതി, വേണ്ടാന്ന് പറയുകയേ ചെയ്യരുത് പറയും. അപ്പം അത് കൂട്ടി കഴിക്കും. ഇല്ലെങ്കിൽ നമ്മളില്ലേ ഇവരിത് കഴിക്കണില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങോ സോയാബീനോ വറുത്ത് കണ്ടു കഴിഞ്ഞു വെച്ചാൽ നാളെ എന്ത് പറയും? എനിക്ക് ഇനി അതന്നെ വേണം പറയും. അത് നടക്കില്ല. എന്താണ് നമ്മൾ പുളിയെ വെച്ച്
അവളൊന്നും പറയില്ല കേട്ടാ. കറിയിൽ അഭിപ്രായം പറയുക ആരാന്നറിയോ? നമ്മുടെ കിച്ചുട്ടൻ. അവന് എന്താ മീൻകറിയാണോ വെച്ചാൽ മീൻകറി അവന് ഇഷ്ടമല്ല. അതെപ്പോഴും പറയാറില്ലേ. അവനൊരു നീ ചമ്മന്തി അമ്മയൊക്കെ അരയ്ക്കുന്ന അമ്മിയിൽ അമ്മ ഇവിടെ ചെയ്യുക എങ്ങനെയാണെന്നറിയോ? ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് തേങ്ങ ചമ്മന്തി കൂട്ടിയിട്ട് അങ്ങനെ കൊടുക്കും. അത് ഇടയ്ക്കിടയ്ക്ക് പറയും, അച്ചമ്മ തരില്ലേ കുഴച്ചിട്ട് അതുപോലെക്ക് തന്നാൽ മതി പറയും. അത് കഞ്ഞിവെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അമ്മ കുഴച്ച് കൊടുത്തു കഴിഞ്ഞല്ലേ അത് കഴിക്കും. സ്ലിം ബ്യൂട്ടി ആയി പറയണേ. ഞാൻ എന്റെ ടൈറ്റ് ആയിക്കാണ്. ഞാൻ പിന്നെ തടി കുറയല്ലേ, ഞാൻ തടി പിന്നെ കൂടി പുളി ഞാനില്ലേ ഏട്ടനെ പുളിയഞ്ചി ഉണ്ടാക്കി കൊടുക്കണം വിചാരിച്ച. ഈ പുളി കഴിഞ്ഞാണോ അവിടെ? പുളിയഞ്ചി വേണ്ടേ? പുളിയഞ്ചി പുളിയഞ്ചി അച്ചാറും അനിയേട്ടന് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പോൾ ഈ ഓട്സ് കഴിക്കുന്ന സമയത്തേ രാവിലെ ചില സമയത്തൊക്കെ ഓട്സ് കഴിക്കും. ഓട്സ് കഴിക്കുമ്പോൾ പുളിയഞ്ചി അച്ചാറും ഉണ്ട് പറഞ്ഞു വെച്ചാൽ പിന്നെ അത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. നമ്മുടെ കിച്ചൂട്ടനില്ലേ, കിച്ചൂട്ടൻ ആദ്യം സ്കൂളില്ലാത്ത സമയത്തേ അവന് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇപ്പൊ 2 മാസം ക്ലാസ് തുടങ്ങിയില്ലേ 6 കിലോ കുറഞ്ഞു കുട്ടി അല്ലേ. 6 കിലോ തടി കുറഞ്ഞേക്കുക. എന്നെ ഭയങ്കര വിഷമായി. അയ്യോ 6 കിലോ കുറഞ്ഞോന്ന് വിചാരിച്ചിട്ട്. കിച്ചൂട്ട എല്ലാവരും നേരിട്ട് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും കേട്ടോ നേരിട്ട് കാണുമ്പോൾ പിന്നെന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു പൊതുക്കാ തടി ഇല്ലാതിരിക്കണേക്കാട്ടിലും നല്ലത് കുട്ടികളുള്ള തടി ആരോഗ്യത്തോടെ. മറ്റേത് അവന് കാലുവേദനയാണ്, കുറച്ചു നേരം എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റില്ല. മറ്റേത് എന്തൊരു ഉഷാറിൽ പണിയെടുത്തിരുന്നാന്നറിയോ? നാളെ അതേപോലെ വേറെ 2 പേര് കണ്ടിട്ട് അച്ഛനും അമ്മ ഓരോന്ന് ചെയ്യുന്നിട്ട് പറയണേ, ഞങ്ങളുടെ മക്കള് ഒരു പണിയും ചെയ്യില്ല, അച്ഛനും അമ്മ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് പേപ്പർ പ്ലേറ്റ് ആയ സുഖമായിരുന്നില്ലേ, എടുത്ത് കളഞ്ഞാ പോരെ. ആർക്ക്? അച്ചു പറയണേ അമ്മ കഴുകലുണ്ടോന്ന്. അവര് കഴിച്ച പാത്രം ഞാൻ കഴുകലുണ്ടോന്ന്. അതിന് എങ്ങനെ പറയാ, എന്തോന്ന് പറയാറുണ്ടല്ലോ, എന്താ പ്ലാവിലെടുക്കേണ്ട പ്രായമായി കഴിഞ്ഞാൽ എന്താ പറയാ, പ്ലാവിലെടുത്ത് ശീലിപ്പിക്കണമെന്നോ അല്ലേ? പണി ചെറുപ്പത്തിലേ പണി പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ വലുതാവുമ്പല്ലേ നമ്മൾ മാറി നിൽക്കേണ്ടി വരില്ല. ഇപ്പൊ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും മടി തോന്നുന്നുണ്ടോ? ആ സമയത്ത് നിങ്ങളൊക്കെയാണ് പറഞ്ഞ വെച്ചാൽ അയ്യോ ഇതൊക്കെ ചെയ്യണ്ടേ എന്നുള്ളൊരിത് വരില്ലേ? അതിന് വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾ മാത്രമല്ല ആണുങ്ങൾക്ക് എന്താ ആൺകുട്ടികളും ചെയ്യണേ. പെണ്ണുങ്ങള് മാത്രം പണ്ടെടുത്തവരാണ് പെണ്ണുങ്ങൾക്ക്. അച്ഛനെന്തീന് ലൈറ്റിന്റെ കേട്ടോ. നമ്മള് തേങ്ങയും ചെറിയുള്ളിയും പാടൊന്ന് അരച്ചെടുക്കണ്ടേ. കണ്ടോ ഏട്ടാ നിങ്ങളുടെ മകള് പറയുന്നത് കേട്ടോ നിങ്ങള്? ഉപ്പ് അത് എന്റെ കഴിച്ച നമ്മുടെ കൈ കിടക്കുന്നത് തരുന്നില്ലേ. ഇവരുടെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാലേ ഇവര് പറയൂട്ടോ. കിട്ടണ്ടേ? സ്കൂളിൽ പോകുമ്പോ ഇത് ഇട്ടാല് ടീച്ചർ ചീത്ത അറിയും ലേട്ടാ. എനിക്ക് തരൂല്ലല്ലോ. നമ്മുടെ കുഞ്ഞൻ വിരുന്ന് പോയി കുഞ്ഞൻ വിരുന്ന് പോയി. കുഞ്ഞനെ കാണാത്ത അതുകൊണ്ടാണ് കേട്ടോ. അരപ്പൊഴിച്ചു കൊടുക്കണ്ടേ. എന്താ സോനി, എന്താണ് മഴേ? മഴ പെയ്യില്ല, വെയിലെങ്കിലും ഇറക്കട്ടെ ലേട്ടാ. ഓണത്തിന് എവിടേക്കും പോകാൻ പറ്റില്ല. ഓണത്തിന് എവിടേക്കൊക്കെ പോണം വിചാരിച്ച് നിൽക്കുന്നുണ്ട്. സുകന്യ അതിന് സുകന്യയുടെ വീട്ടിൽ പോയില്ലേ? സ്കൂൾ തുറക്കണേന്റെ 2 ദിവസം മുമ്പേ വരും.
ഇപ്പൊ മഴ പെയ്താലെന്താ മഴ പെയ്തില്ലെങ്കിൽ എന്താ അവിടുന്ന് പാട്ടെങ്ങനെയല്ലോ നമ്മക്ക് ഞങ്ങളെങ്ങനെ കൊണ്ടുപോവുക? സർപ്രൈസ് ആണ്. വീടാണ് സർപ്രൈസ്. വീട് തന്നെയാണ് സർപ്രൈസ്. നിങ്ങൾ ഗൂഗിൾ സർപ്രൈസ് ആണ് പറയാൻ പാടില്ല. ലുലുക്കല്ലേ സർപ്രൈസ്. എനിക്ക് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം എവിടെയെന്ന് അറിയോ? അട്ടപ്പാടി. അതാണ് പറഞ്ഞ ചനിയേട്ടൻ പറയാ കൊണ്ടുപോവില്ല. അട്ടപ്പാടി അതന്നെ പറഞ്ഞതേ. അട്ടപ്പാടിയല്ലോ ചേട്ടാ. അതേ കൊരങ്ങന്മാരെ സിംഗപ്പൂരി ആനയൊക്കെ ഇതൊരു നീണ്ട കറി കണ്ടോ? അതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ കറി. കണ്ടോ? അയ്യേ, ഇതില് ഉരുളക്കിഴങ്ങ് ഇടില്ല, ചക്കക്കുരു, വെള്ളപ്പയറില്. ഇതില് കായടും. അവിടെയാണ് അരിക്കൊമ്പ്. എന്താ ചേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അറിയാതെ ചോദിക്കാണ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ രണ്ട് പച്ചമുളക് എടുത്ത് മുറിച്ചാൽ ഏട്ടനോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് എന്താ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യും, അവിടെ പോണം ഇവിടെ പോണെന്ന്. ആ സമയമാകുമ്പോഴേക്കും എന്തെങ്കിലും വയ്യായ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചിലുകൾ വരും. എന്റെ അമ്മുട്ടിയാണോ പറഞ്ഞാല് അമ്മുട്ടി ഒറ്റ ഇതേ പറയുള്ളൂ, പാലക്കാട് ലുലു പോവാ, പാലക്കാട് ലുലു പോവാ. എവിടേക്ക്? കഴിഞ്ഞ ചേട്ടനായതും കൊണ്ടാണ് എവിടേക്കാ ചോദിച്ചത്. അല്ല അച്ചോ, മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടക്കില്ല. അപ്പൊ പോവല്ലാതെ മുൻകൂട്ടി ആര് ചെയ്ത് പ്ലാൻ ചെയ്താൽ നടക്കൂല. അപ്പൊ എന്തെങ്കിലും സുകന്യയും സതിയേട്ടനും കവയ്ക്കായിരിക്കും പോവാ. കഴിഞ്ഞ പ്രാവശ്യം അവര് അവിടേക്കൊക്കെ പോയി, കോട്ട മൈതാനം, കവേ, സർക്കസ്. മാറ്റങ്ങൾ ഉണ്ടാവില്ല ഏട്ടാ. ഏട്ടൻ അവിടേക്ക് എന്താ അല്ല, ഇപ്രാവശ്യം നമുക്ക് എവിടേക്കെങ്കിലും പോണം കേട്ടോ. എന്താ വെച്ചാല് ഇപ്പൊ കുറച്ചല്ല, ഓരോ ആവശ്യങ്ങൾക്ക് എല്ലാവരും പാടെ കൂടിയില്ലേ. അപ്പൊ ഇനി എന്താ ഓണത്തിനേ പ്രശ്നമില്ലല്ലോ. എല്ലാരും വരുമ്പോ നമ്മളെങ്ങനെ പോവുക വിചാരിച്ചിട്ട് പോവില്ലല്ലോ. അപ്പൊ ഇപ്രാവശ്യം ആ മീനിലില്ലേ കുറച്ച് കുരുമുളക് പൊടി ഇടണേ. അതാ മിക്സിയുടെ ജാറിൽ എന്താ ഇരിക്കുന്നു നോക്കി. മിക്സിയുടെ ജാറില്, ആ ചെറിയ മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ടേ പൊടിച്ചിട്ടേ. കണ്ടോ? ഇപ്പൊ നമ്മുടെ കറിയായി. ഞാൻ കഴുകിട്ട് അച്ഛനെ വിട്. അഹ്സുവിനെ അവള് കഴുകിട്ട് വരട്ടെ, അവളെ ഒന്ന് വിടുന്നത്. ഞാൻ വിട്ടു. അതന്നെ നേരെ അച്ചു. ഞാൻ കാരണത്രേ. ചാറ് പൊട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വയ്യ. ഞാൻ ആരും ഒന്നും കാട്ടിയില്ല. ഇതാ നോക്ക്, ചട്ടിയിൽ കിടന്നിട്ട് കറിവേപ്പില എടുക്കാൻ പോയില്ല കേട്ടോ. കറിവേപ്പിന്റെ അല്ലേ ഇവിടെ പറഞ്ഞോ? അടുത്താഴ്ച വിരുന്നാണ്. അപ്പൊ കർക്കിടകത്തില് 10 വിരുന്ന്. അത് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? അപ്പൊ അത് ഇപ്പോഴും ഉണ്ടോ കർക്കിടകത്തിൽ? കർക്കിടകം എപ്പോഴും ഉണ്ടല്ലോ അല്ലേ? കർക്കിടകത്തിൽ വിരുന്ന് പോവാലോ. എന്റെ മക്കൾക്ക് പിന്നെ ദൂരം കൂടുതലായതും കൊണ്ടില്ലേ പോക്കൊന്നും നടക്കില്ല അല്ലേട്ടാ.
എന്താ ഇങ്ങനെ ഇരിക്കുന്നു? ഒരു തുള്ളി വെള്ളം തളിച്ചു കൊടുക്കുന്നു കേട്ടോ. ചെരുപ്പ് ഇടുന്നോ? എന്താ കെട്ടിയായിരുന്നു, ഒരു കെട്ട് പോയതാ. അതൊക്കെ നൂലുകൊണ്ട് കെട്ടാൻ പറ്റും. ചെരുപ്പും പോയോ? ഉണ്ടോ? എത്ര ഉണ്ടായിരുന്നതാ? ഈ പത്തര എന്ന് പറയുമ്പോൾ പത്തലൊക്കെ കൂടെ കൂട്ടുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ശരീരത്തിന് നന്നു തന്നെയുള്ളൂ. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു തുള്ളി വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചവർപ്പ്, ഒരു കയ്പൊക്കെ കൂടി ഉണ്ടാവും. പിന്നെ കർക്കിടക മാസത്തിൽ എന്താ ഇങ്ങനെ തന്നെയാണ്, കുമ്പളത്തിൻ്റെ ഇല കഴിക്കും. കുറയേ ഇതിങ്ങനെ ചുങ്ങി ചുങ്ങി എത്രയോ വരും. ഒരു പറയുക പത്തലത്തോരം കഴിക്കാൻ വലിയ ഗംഭീരത്തിൽ അത്ര രുചിയായിട്ട് കഴിക്കാൻ പറ്റില്ല അറിയാം. അപ്പൊ എത്ര ഉണ്ട്? എന്താട്ടോ ഇവിടെ കറി നോക്ക്. ഒരു മീൻകറിയുടെ ഒരു കളറില്ലേ? ഇരുട്ടായിട്ടോ. മീൻകറിയല്ല, ഈ കുട്ടികളെന്തെങ്കിലും ചെയ്യുന്നതും കൂടി ഇപ്പൊ ഇങ്ങനെ കേസ് പോലെ വെച്ചാലോ. കച്ചുട്ടി ഇളക്കാൻ റെഡി. അച്ചു പാത്രം കഴുകൽ കഴിഞ്ഞില്ലേ? അമ്മ കഴിച്ചോളിയൊന്നും. മാറ്, ആ ചോറ് മുട്ട കൊടുത്തട്ടെ. മാറുണ്ണ എന്താണ്? 2 നേരത്തേക്കും കൂടി ചോറ് വെച്ചിട്ടോ. അത്ര മതിയേ. കുറച്ചീശയാണ് ഉപ്പേരി കഴിക്കേ. മാറ് എടുക്കുവന്നെ. ഇത് 2ഉം കൂടി ഉണ്ട് കേട്ടോ. കഴിഞ്ഞു. അപ്പപ്പോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു. അച്ഛൻ നോക്കണൊക്കെ അവള് ചെയ്യും. അമ്മു എന്താ എഴുതാനുണ്ട് കേട്ടോ. അവൾക്ക് എഴുതലൊക്കെ കഴിഞ്ഞിട്ടേണ് അമ്മൂട്ടീനെ കാണുള്ളൂ. അപ്പോൾ തുള്ളി എരിവിൻ്റെ ഒരു കമ്മി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയില്ലേ, തേങ്ങയിലില്ലേ, എരിവില്ലെങ്കിൽ ഒരു ചളുപ്പ് പോലെ തോന്നുള്ളൂ അല്ലേ ഏട്ടാ? ഒരു എരിവില്ലേ, ഒരു ചെറിയൊരു എരിവ് വേണ്ടേ? സുകന്യേ കഴിഞ്ഞോ തിരുമ്പല്? ഇയ്യപ്പോൾ വാഷിംഗ് മെഷീനിൽ തിരുമ്പായിരുന്നില്ലേ? എൻ്റെ അവിടെ തിരുമ്പി കിടക്കുന്നുണ്ട്. വലിയോരേ കേട് വന്ന് അച്ഛമ്മേനെ നീ ആശുപത്രി കൊണ്ടുപോകണം. കുറച്ചിതാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ. തായോ ആ മീനും കൂടി മറക്കട്ടെ, എന്നിട്ട് പണിയൊരുക്കട്ടെ. ഇന്ന് കുശാലാണ്. എന്തൊക്കെയാണ് എൻ്റെ അച്ഛന്? അവൾക്ക് മാത്രം ഇവിടെയെന്ന്. എല്ലാവർക്കും കേട്ടോ നമ്മുടെ ഉപ്പേരി കണ്ടോ. എനിക്ക് കുശാല് വരുമ്പോ എനിക്ക് മാത്രമാണ് കണ്ടോ. നിങ്ങൾ പത്തലത്തോരൻ വെച്ചോ? വെച്ചില്ലാന്ന്. നമ്മൾ നേരത്തെ വറുത്തതാണ്. സുവനി മീനങ്ങോട്ട് വറുത്തിട്ട് ചോറുണ്ട് കൊണ്ടേ അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നോ. വറുത്തതോ? എവിടെ? ഫ്രിഡ്ജിൽ നിന്ന് ഓ അങ്ങനെ. ഇത് കറി വെക്കാൻ പറ്റിയ മീനല്ലേ? ഇത് അയിലല്ലേ? അയിലല്ല, എന്താ പറയുക, അയിലപ്പാര. സൈഡിൽ ഇവിടെ ഇങ്ങനെ ഉള്ളതില്ല, കണ്ടിട്ടില്ലേ? ഇനിയിപ്പോ എന്താ മാറ്റിയേക്കണേ? ഒക്കെ വറുത്ത് വെച്ചോ? എന്നാ പണി തീർന്നില്ലേ? കഴിഞ്ഞ ഒന്ന്
ഇനി അടുക്കളയ്ക്ക് ഉച്ചരിഞ്ഞിട്ട് എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കണമെങ്കിൽ അവിലുണ്ട്, അത് നനച്ചു കൊടുക്കുകയേ ചെയ്യുള്ളൂ. അടുക്കളയിലേക്കുള്ള ഇത് കഴിഞ്ഞു. ചുക്കുവെള്ളമായി, ചോറായി, കൂട്ടാനായി. ചോറ് തോനെ വെച്ച് വെച്ചു കേട്ടോ. ഇനി എന്താ വൈകുന്നേരത്തേക്ക് രാവിലെ ഉപ്മാവ് ഉണ്ടാക്കിയല്ലോ, ഇതാക്കണ്ടോ തിന്നൂടാനല്ലേ ഇത് എടുത്തേക്കണോ? ഞാൻ പൊറോട്ട വെച്ചില്ലേ? പൊറോട്ട മീനും തിന്നാൻ അറിയില്ല? അങ്ങനെ കഴിക്കാ? പൊറോട്ടയും ചാറും മീൻ വറുത്ത കൊണ്ട് കഴിക്കില്ല. അപ്പോഴേ നീ കഴിച്ചു നോക്ക് സൂന്യെ. അല്ലല്ല, വറുത്തത് അതിൻ്റെ കൂടെ കഴിക്കും. ഇതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഇത് കഴിച്ചു നോക്കാണ്ടേ. ഏട്ടൻ കഴിച്ചിട്ട് കാണിച്ചു തരാൻ ഞാൻ പറ. കഴിച്ചിട്ടില്ലാണേ. കൊടംപുളി ഇട്ട മീൻകറി, കൊടംപുളിട്ട മീൻകറിയുടെ ചാറും പൊരിച്ച് മീൻ കൊണ്ട് കഴിക്കുക. വറുത്ത മീൻ തന്നെ. പൊറോട്ടയും മീൻ ചാറും മീൻ വറുത്തത്. ഇപ്പോൾ കഴുകാനും കൂടിയുള്ളൂ. ഇപ്പം നിങ്ങൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ കാണാം അല്ലേ? നിങ്ങൾ എന്താ മുതിരപ്പുളി വെക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ. നമ്മളിത് കൂടെ ചക്കക്കുരു ഇടും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചേമ്പിന്റെ തണ്ടില്ലേ, താളും തണ്ടും കൂട്ടിയിട്ട് ഇതേപോലെ തന്നെ അതിൽ താളും തണ്ടും പാടെ കൂട്ടിയിട്ട് കറി വെക്കും. അങ്ങനെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ താളും തണ്ട് അവിടെ ഇല്ലേ, ഞാനത് വെക്കണമെന്ന് വിചാരിച്ചാ. അപ്പം പിന്നെ എന്താണെന്നറിയോ, ഒന്നും ഇതൊക്കെ ഉണ്ട്, മീനും ഇങ്ങനെ മത്തൻ്റെലയും ഒക്കെ ഉപ്പേരി വെക്കാലോ എന്ന് വിചാരിച്ച് ഇനി പത്തലയുടെ ഒരു ദിവസം ഉപ്പേരി വെക്കുന്ന വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ അല്ലേ? പത്തലയുടെ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞു, വാഴയുടെ കൂമ്പലയും കൊണ്ട്, തൂമ്പലല്ലേ അതും കൊണ്ട് ഉപ്പേരി വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ആണ് എന്നുള്ളത്. അതേപോലെ പ്ലാവിൻ്റെ ഇല തൂമ്പും കൊണ്ട് ഉപ്പേരി വെക്കത്രേ. ഞാൻ സത്യം പറയാ, ഇതൊന്നും നമ്മൾ പ്ലാവിൻ്റെ ഇലയുടെ തൂമ്പും കൊണ്ട് ഉപ്പേരി വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്ലാവിൻ്റെ ഇലയുടെ തൂമ്പ് എടുത്തിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ. എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അറിയണ്ടേ അല്ലേ? അപ്പോൾ നാളെ കാണാം കേട്ടോ.